നമുക്കിന്നൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ? കാരമൽ പുഡിംഗാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ ഐഷുമ്മയുടെ നിർബന്ധപ്രകാരമാണ് കാരമൽ പുഡിംഗ് ഉണ്ടാക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മെൽറ്റാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കിയിട്ടൊന്നും ഇത് മെൽറ്റാവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അറ്റ് ലാസ്റ്റ് ഇത് കുറേ നേരം കഴിഞ്ഞ് ഇങ്ങനെ ഒരു കട്ടി 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 പോലെ വന്നതിന് ശേഷം പിന്നെ അത് കാരമലാവാൻ തുടങ്ങി കേട്ടോ. എനിക്ക് ഈ സ്വീറ്റ്സിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത കാരണം ഐഷുമ്മയാണ് ഇതിൻ്റെ ഫുൾ എന്താ പറയുക എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പറഞ്ഞത് ഐഷുമ്മയാണ് കേട്ടോ. അവസാനം കട്ടയായപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താണ് ഇങ്ങനെ കട്ടയായി വരുന്നതെന്ന്. പിന്നെ അവസാനം അത് അവസാനം ഇത് മെൽറ്റായിട്ട് ഇതേ വന്നിട്ടുണ്ട് കേട്ടോ. ദെൻ അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം കേട്ടോ. ജാറിലേക്ക് ഒരു മുട്ടയാണ് പൊട്ടിച്ചേക്കുന്നത്. ചെറിയൊരു പാത്രത്തിലാട്ടോ ചെയ്യുന്നത്. ഒരു മുട്ട, പിന്നെ അതിനേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ചേർക്കുന്നത് ബ്രെഡാണ് കേട്ടോ. 2 ബ്രെഡ് ചേർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് പാലെടുക്കുക. ഞാനിവിടെ PDP ആയിട്ട് എടുത്തേക്കുന്നത്. വേറെ പാലുണ്ടെങ്കിൽ വേറെ പാലെടുക്കുക. അതിന് ശേഷം നമ്മൾ വാനില എസൻസും കൂടെ ഒഴിച്ചതിന് ശേഷം മിക്സിയിൽ ചെറുപറ പറഞ്ഞ് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. നല്ലോണം അരയണം കേട്ടോ. സ്മാഷായിട്ട് നല്ലോണം അരച്ചതിന് ശേഷം നമ്മൾ ആ കാരമൽ സെറ്റാക്കി വെച്ചേക്കുന്നതിലോട്ട് ഒഴിച്ചതിന് ശേഷം ഒരു അരിപ്പ കൊണ്ട് വേണേ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തരിയൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പ കൊണ്ട് അരയ്ക്കുന്നത്. പിന്നെ ബാക്കിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു. അതിലോട്ട് സെറ്റാക്കി ദെൻ ഇത് ആവിയിൽ വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഇഡ്ഡലി കുട്ടാൻ കഴുകാൻ വയ്യാത്ത കാരണം ഞാനാണെങ്കിൽ ഒരു വലിയ ചരുവത്തിനകത്തോട്ട് നമ്മുടെ മറ്റേ ഇതേപോലത്തെ ഒരു പാത്രം ഇറക്കി വെച്ച് അതിൻ്റെ പൊക്കത്ത് നമ്മുടെ സാധനം വെച്ചിട്ട് മൂടി വെച്ചിട്ട് അറ്റ് ലാസ്റ്റ് നമ്മുടെ ആ സംഭവം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യണേ.